അനീഷ് ഭായ്, ഈ മത്സരത്തിൽ കളിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഡ്രീമുകളിലൊന്നായിരുന്നു. അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. എത്രമാത്രം ഒരു ആഗ്രഹം അതിലുണ്ടായിരുന്നു? ഞാൻ എന്ന് ക്രിക്കറ്റ് തുടങ്ങിയോ, ഇപ്പം വളരെ ചെറുപ്പം തൊട്ട് ക്രിക്കറ്റ് കളിച്ച് തുടങ്ങി. അപ്പം അന്നോട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ. ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയത് നോർമൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. എനിക്കന്ന് ആ ഒരു പാത്ത അറിയും. അപ്പം അങ്ങനെ ആഗ്രഹിച്ച് തന്നെ ക്രിക്കറ്റ് തുടങ്ങിയത്. അപ്പം കേരള ടീമിലെത്തണം, കളിക്കണം. അപ്പം എപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു സീനിയർ ലെവൽ നല്ലൊരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്, ഇതുപോലെ ഒരു വലിയ നോർമൽ ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി ലീഗിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളത്. KCL തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അറിയാലോ, ഫസ്റ്റ് സീസൺ തൊട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ് ഇതിൽ എങ്ങനെയെങ്കിലും വരണം. അപ്പോൾ ഫസ്റ്റ് സീസൺ ഞാൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ നെറ്റ് ബോളറായിട്ട് വന്നു. പിന്നെ സെക്കൻഡ് സീസൺ ഇഞ്ചുറി ആയിരുന്നു, ഞാൻ കളിച്ചില്ല ആ വർഷം. പിന്നെ ഈ വർഷം വീണ്ടും സെലക്ഷൻ ഇറങ്ങി, NSK കളിച്ചു, പെർഫോം ചെയ്യാൻ പറ്റി. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സപ്പോർട്ട് ചെയ്ത് ഇപ്പം ടീമിലെത്തി. ഓപ്ഷനിൽ വന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഓപ്ഷനിൽ അനീഷിനെ എടുത്തു എന്ന് കണ്ടപ്പോൾ മനസ്സിലുണ്ടായ ഒരു അത് ഇവിടെ ഡിഫറെന്റ് ലേബിൾ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്ന സമയത്താണ് ഇത് ഓപ്ഷൻ വന്നത്. അപ്പം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചങ്കടിച്ച് ആര് വിളിക്കും, അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത കൊച്ചി വിളിച്ചു. അപ്പോഴത്തേനും ആശ്വാസമായി. കാരണം കൊച്ചി ആദ്യം നെറ്റ് ബോളറായിട്ട് പോകുന്നതും കൊച്ചി തന്നെ വിളിച്ചപ്പം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിൽ ആരും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കൊച്ചിക്ക് കളിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ട്. കാരണം എനിക്ക് എല്ലാവരും അത്ര സപ്പോർട്ടീവാണ്. യഥാർത്ഥത്തിൽ ശരിക്കുള്ള ക്രിക്കറ്റ് ആസ്വദിക്കാൻ നമുക്കൊരു വൈകല്യങ്ങൾ ഒരു തടസ്സമേ അല്ല എന്ന് കൂടിയാണ് അനീഷ് പറയുന്നത്. അല്ലല്ല, വൈകല്യങ്ങൾ ഒരു തടസ്സമല്ല. ഞാൻ ഇവരുടെ കൂടെ കളിക്കുമ്പം എന്നെ ഇവരെവിടെ വേണേലും ഫീൽഡ് ചെയ്യാനിടാൻ റെഡിയാണ്. എൻ്റെ അടുത്ത് അടിച്ചിട്ടിട്ട് ഒരാൾ ഓടുക എന്നുള്ളത് ഓടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ കുറച്ച് വാശിയിലാണ് നിൽക്കാറ്. നമുക്കെല്ലാം ഒരു ആക്ച്വലി ഇൻസ്പിറേഷനാണ് അനീഷ്. ഇപ്പോൾ പ്ലേയേഴ്സിന് മാത്രമല്ല, ലൈഫിൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഇങ്ങനെ ഒരു KCL പോലെ ടൂർണമെൻറ്റിൽ അനീഷ് രാജിനെ പോലെ ഒരു പ്ലെയർ വന്ന് കളിക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നൊരു ഒരുമിച്ച് കളിച്ച വ്യക്തിയാണ്. ആ ഒരു എനർജി, കാരണം അനീഷ് കൊണ്ടുവരുന്ന ഒരു എനർജിയും ഒരു വൈബ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. ആത്യന്തികമായിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അതെന്താണ് അനീഷ്? തീർച്ചയായിട്ടും KCL കിട്ടിയത് ഒരു അടുത്ത സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ IPL ആണ്. അപ്പം അത് തന്നെയാണ് നെക്സ്റ്റ് ഒരു, ഞാൻ എപ്പം കളിച്ചാലും, ഇപ്പം ഞാൻ അന്ന് ഇന്ത്യ കളിച്ചിട്ടാണേലും ഇത്രയും വർഷം 2019 കളിച്ചിപ്പോൾ 2026 പക്ഷേ ഇപ്പോഴും ഞാനിങ്ങനെ ഇന്ത്യ കളിച്ച ഡിഫറെൻറ്റ് ലെവൽ ഇന്ത്യൻ ടീമിൽ കളിച്ച പ്ലെയർ നോക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അതിനൊപ്പം തന്നെ അവിടെ തന്നെ നിന്നോന്നൊരു ഇതും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ നെക്സ്റ്റ് ഒരു അന്നോട്ട് KCL വെയിറ്റിംഗ് ആണ്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ വന്നു. ഇനി നെക്സ്റ്റ് IPL വേണ്ടി, IPL എത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇനി അതിന് മേളിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. വലിയ ലക്ഷ്യങ്ങളുണ്ട് KCL. തീർച്ചയായിട്ടും മുന്നെന്ന് പ്രകടനം വരണം. അനീഷിനെ കാണുമ്പം ഞങ്ങൾക്ക് വലിയ എനർജിയാണ്. കാരണം നമ്മളൊക്കെ ചെറിയൊരു പനിയോ തലയോ വേദനയോ വന്നാൽ പോലും അതിൽ വീണു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനത്തിൻ്റെ പേരാണ് അനീഷ് രാജൻ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ മിന്നും പ്രകടനം കാണാൻ, അനീഷ് രാജൻ്റെ മിന്നും പ്രകടനം കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. മറ്റൊരിടത്ത് കാണാം.